ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജ്യോതി, നീ എന്താണ് കാണിക്കുന്നത്? ജ്യോതി ഇനിയില്ല. ഇല്ല. മാപ്പ്. ഹരിസാറെ, എന്ത് പറ്റി ഹരിസാർ മാറി നിൽക്കുന്നേ? നിത്യമല്ലോ പറഞ്ഞോ കൂട്ടത്തിൽ വന്ന് നിൽക്കരുതെന്ന്? ആ പറഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് സന്തോഷാവുമല്ലോ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമാ. അതിനുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സർ, ഓക്കെ. ഹലോ, ആ പ്രൊഡ്യൂസർ ജഗന്നാഥനാ സാറേ. ആ പറയേ. സാറേ, ഞാൻ ആ ആർട്ടിസ്റ്റ് വീണയുടെ കാര്യത്തിൽ ഒരു പരാതി തന്നിരുന്നല്ലോ. SP സാർ അത് സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉവ്വ്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. അതെനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാനിട്ടല്ല. പിന്നെ ഞാനത് ചെയ്താ അത് നിയമത്തിൽ കൈകടത്തലാവെന്ന് വിചാരിച്ചോണ്ടാ. സാറിന് അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഒന്ന് പറയണം സാറേ. മുകളിൽ നിന്നൊരു ശുപാർശ ഉണ്ടെന്ന് കരുതി ഏത് രീതിയിലും സംസാരിക്കാന്ന് കരുതണ്ട. ഞാനിപ്പോ പോകുന്നത് വീണയുള്ള സ്ഥലത്തേക്കാ. എന്നാ പിന്നെ സാറിന് അത് നേരത്തെ പറഞ്ഞ പോരായിരുന്നോ? എന്നെ കൊണ്ട് ഇത്ര സംസാരിപ്പിക്കണമായിരുന്നോ? സാറേ, അവള് നിയമവശങ്ങളൊക്കെ ഒരുപാട് പൊക്കി പിടിച്ചോണ്ട് വരും. പക്ഷെ സാറ് വിട്ടുകൊടുക്കരുത്. ഞാൻ നോക്കട്ടെ. നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നെ കൊണ്ട് തന്നെ നീ ഇത് ചെയ്യിച്ചല്ലോ എന്റെ പൊന്നുമോളെ.
കൊല്ലും. ജ്യോതി ആ, നീ എന്താണ് കാണിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാടാ? അനാവശ്യമായിട്ട് എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതാണോ അവിടെ നിന്റെ കുടുംബകാര്യം? സ്വന്തം കൂടപ്പറപ്പിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നതാണോ നിന്റെ കുടുംബകാര്യം? എടാ, എടാ. എന്താ ഇവിടെ? സാർ, എന്റെ അനുജത്തിയുടെ കല്യാണമാ. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സാർ, സബ് കളക്ടർ മനുവാ ഇവളെ താലിയിട്ടാൻ പോകുന്നത്. ഇതെന്റെ അനിയത്തിയാണ് സാർ. എന്താ തന്റെ പേര്? ഹരി. ഓ, ഹരി അല്ലേ? ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടെ എനിക്ക് എല്ലാവരെയും വിശദമായിട്ടൊന്ന് കാണണം. വാടോ. സർ. നിത്യ, ജ്യോതിയെ നടയിലേക്ക് കൊണ്ടുവയ്ക്കോ. എന്താ ഹരി, പോലീസൊക്കെ? ഒരു സബ് കളക്ടറുടെ കല്യാണമല്ലേ, ഒരു സെക്യൂരിറ്റി ആവും. അതെ അതെ. ജ്യോതിയെ കൊണ്ടു. വാ. സ്വന്തം അനുജത്തിക്ക് കൊലക്കയറൊരുക്കി കാത്തിരിക്കായിരുന്നു അല്ലടാ നീ. കൊലക്കയറൊന്നും വെറുതെ ആവില്ലടാ. അതാരുടെയൊക്കെ കഴുത്തിലാ കുരുങ്ങാൻ പോകുന്നെന്ന് നീ കാത്തിരുന്ന് കണ്ടോ. കല്യാണ മണ്ഡപമായി പോയി. നിന്നെ ഞാൻ കണ്ടോളാം. പോടാ. എന്താ സാർ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. മധുര നൊമ്പരക്കാറ്റ്